Good morning, all. ഡക്ടേഴ്സ് അക്കാഡമിയുടെ കേറ്ററ്റ് പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകളുടെ ഒന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്കിന്ന് ഈ ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജിജോ സാറാണ്. ജിജോ വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed 1ാം റാങ്കോടുകൂടി പാസ്സാവുകയും M.Ed ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗോൾഡ് മെഡലോടുകൂടി പാസ്സാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മൗലാന അബ്ദുൽ കലാം സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം നെറ്റ്, സീറ്ററ്റ്, നെറ്റ് തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നേടിയിട്ടുണ്ട്. മൂക്ക് സ്വയം കോഴ്സുകളുടെ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഡക്ടേഴ്സ് അക്കാഡമി നടത്തുന്ന നെറ്റ്, സെറ്റ്, കേറ്ററ്റ് കോഴ്സുകളിൽ എഡ്യൂക്കേഷൻ, റിസർച്ച് മെത്തഡോളജി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജിജോ സാറാണ്. ജിജോ സാറിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും എപ്പോഴും പറയുന്നൊരു കാര്യം, അദ്ദേഹം പറയുന്ന ചോദ്യങ്ങൾ, ഭാഗങ്ങൾ കൃത്യമായിട്ടും പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് എന്ന് നമ്മളോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ഈ ഒരു മേഖലയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സെറ്റ്, നെറ്റ്, കേറ്ററ്റ് തുടങ്ങിയിട്ടുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസിന് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ എത്രയും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിജോ സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ജിജോ സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൻ്റെ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ടോ? കേറ്ററ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഇവിടെ ഈ കൂട്ടത്തിലുണ്ടോ? കഴിഞ്ഞ വർഷം കേറ്ററ്റ്, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ ഈ ഡക്ടേഴ്സ് അക്കാദമി നടത്തിയ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ എസ് നിന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ഓക്കെ, ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേറ്ററ്റിന്റെ, നിങ്ങൾക്കറിയാം കേറ്ററ്റിലെ കാറ്റഗറി 1, 2, 3, 4, ഓക്കെ, 4 കാറ്റഗറികളുണ്ട്. 4 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ദാറ്റ് ഇസ് ഫോർ ലാംഗ്വേജ് ടീച്ചേഴ്സ്. കാറ്റഗറി 1, 2, 3 ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമല്ല, ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കേറ്ററ്റിന്റെ പരീക്ഷ നടത്തിയ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ഡക്ടേഴ്സ് അക്കാഡമി ക്ലാസ് എടുക്കുന്നത് ഈ കഴിഞ്ഞ ബാച്ചിനായിരുന്നു. എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിലെ വളരെ തറവായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മുടെ. ആ ക്ലാസ് ഞാൻ എല്ലാവർക്കും എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ജനുവരി മാസത്തിലായിരുന്നു പരീക്ഷ നടത്തിയത്. പരീക്ഷയ്ക്ക് ശേഷം ഈ അക്കാഡമിയിലെ അധ്യാപകർ എന്നെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ആൻസർ കീ ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാന് നോക്കി, അതായത് കാറ്റഗറി 4 40 ചോദ്യങ്ങളാണ് കാറ്റഗറി 3 ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോളസെന്റ് സൈക്കോളജി ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ മേഖലയിൽ നിന്ന് 40 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 40 ചോദ്യങ്ങളിൽ 30 ചോദ്യങ്ങൾ, ഏകദേശം 30, ഈ കഴിഞ്ഞ പ്രാവശ്യം 30-35ഓളം ചോദ്യങ്ങൾ
ഈ അഡോളസന്റ് സൈക്കോളജി ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്ന് മാത്രം ചോദിച്ചു. ബാക്കി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ കൈകാര്യം ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം അഡോളസന്റ് സൈക്കോളജിയും തിയറീസ് ഓഫ് ലേണിംഗ് ആയിരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വേറൊരു അധ്യാപകനായിരുന്നു കൈകാര്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പോൾ 40 ചോദ്യങ്ങളിലെ 31 ചോദ്യങ്ങൾ 40-ലെ 31 ചോദ്യങ്ങൾ എക്സാക്ട്ലി കഴിഞ്ഞ വർഷത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത നോട്ടിൽ നിന്ന് അതേപോലെ തന്നെ സെയിം സെന്റൻസോട് കൂടി ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് അത്രമാത്രം സെയിം ചോദ്യങ്ങൾ 31 ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടറ്റിന്റെ കാറ്റഗറി 3യിൽ ഞാൻ 1ഉം 2 എത്രമാത്രമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാറ്റഗറി 3യിലെ മാത്രമാണ് ഞാൻ നോക്കിയുള്ളൂ. കാറ്റഗറി 3യിൽ 40-ൽ 31 ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് തന്നെയാണ് വന്നത്. സെയിം സെന്റൻസോട് കൂടിയാണ് മിക്കവാറും മിക്ക ചോദ്യങ്ങളും. അപ്പൊ ഞാൻ അത്രമാത്രം കോൺഫിഡൻസോട് കൂടി പറയുകയാണ് ഈ ക്ലാസ്, അതായത് ഈ പറയുന്ന അഡോളസന്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു മോർ ദാൻ 90% ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുകയാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും. അത്രമാത്രം എനിക്ക് ഗ്യാരണ്ടി ഉറപ്പോടുകൂടി നിങ്ങളോട് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റൻഡ് ചെയ്ത നോട്ടുകൾ, ഞാൻ പ്രൊവൈഡ് ചെയ്ത നോട്ടുകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടുകൾ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. You can cross check with the previous year's question paper and the note. Okay, so with this introduction ഞാൻ നിങ്ങൾ തുടങ്ങിയാണ്, ക്ലാസ്സുകൾ തുടങ്ങിയാണ്. കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്, അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ. എന്റെ സൗണ്ട് കേൾക്കാമോ? എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഐ ഹോപ്പ് എന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോബ്ലം ഇല്ല സർ. കേൾക്കും. ഓക്കെ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെ നല്ല മഴയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഇല്ല. ചിലപ്പോൾ കുറച്ച് നേരത്തെ ക്ലാസ് നിർത്തേണ്ടി വരും. കാരണം എന്റെ ഇവിടെ രാവിലെ മുതൽ കറണ്ട് ഇല്ല. ഞാൻ ആയിരിക്കുന്ന ഒരു പുതിയ ബിൽഡിങ്ങിലാണ്. ഇവിടെ ഒട്ടും കറണ്ട്, ഇതിവിടെ ഇങ്ങോട്ട് താമസം ആരും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇൻവെർട്ടറിന്റെ കണക്ഷൻ ഒന്നുമില്ല. കമ്പ്യൂട്ടർ ഓഫ് ആയാൽ ക്ലാസ് തീർന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ, നല്ല മഴ ഇടിയാണ് പുറത്ത്. ഓക്കെ, എനിവേ ഇറ്റ് വിൽ നോട്ട് അഫക്ട് അവർ ക്ലാസ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അനലൈസ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാനും ചില ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടറ്റിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ചൂസ് ദ കറക്റ്റ് വൺ which does not belong to the category of basic needs. നിങ്ങളുടെ ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾ ചാറ്റ് ബോക്സിൽ തരണം. Choose the correct one which does not belong to the category of basic needs. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനുവരി മാസത്തെ ചോദ്യമാണിത്. ബാക്കിയുള്ളവർ ആൻസർ തരിക. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വ്യക്തികളാണ്. വേണമെങ്കിൽ 4 വ്യക്തികളുടെ പേര് ഞാൻ പറയാം. 2 വ്യക്തികളാണ്. ഒന്ന് മാസ്ലോ, അബ്രഹാം മാസ്ലോ. 2 ഷീൻ പിയാഷെ. 3 വൈഗോഡ്സ്കി. 4 കോൾബർഗ്. ഈ 4 പേരെ
എല്ലാ കേട്ടറ്റിന്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ജീൻ പിയാഷേനെയാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും പിയാഷയുടെ തിയറിയൊക്കെ. അപ്പൊ ഞാനിവിടെ കേട്ടറ്റിന്റെ ക്ലാസ് സാധാരണ എടുക്കുമ്പോൾ പിയാഷയുടെ 2 ദിവസമെങ്കിലും ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വളരെ തറവായിട്ടാണ് നോക്കുന്നത്. കാരണം മിനിമം 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങളെങ്കിലും പിയാഷയുടെ തിയറിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. വൈഗോട്സ്കിയുടെയും പിയാഷയുടെ ഒക്കെ തിയറിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് എബ്രാഹാം മാസ്ലോയുടെ തിയറി ഓഫ് മോട്ടിവേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീഡ് ഹൈറാർക്കി, അതായത് മോട്ടിവേഷണൽ തിയറിയാണ് അദ്ദേഹത്തിന്റെ. അപ്പം ആ തിയറി ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അദ്ദേഹം നമ്മളുടെ മോട്ടിവേഷനെ അല്ലെങ്കിൽ നമ്മളുടെ നീഡിനെ, നമ്മുടെ ആവശ്യങ്ങളെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ബേസിക് ലെവലിൽ നിന്നും ഹയസ്റ്റ് ലെവലിലേക്ക്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് നമ്മുടെ ബയോളജിക്കൽ നീഡ്. എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. ആ നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴാണ് ആ നീഡ് നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സിൽ അടുത്ത ഒരു നീഡ് ജനറേറ്റ് ചെയ്യും. അത് നേടിയെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ നീഡാണ് സേഫ്റ്റി നീഡ്. അതായത് നമുക്ക് ദിവസം മുഴുവനും 3 നേരവും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല വസ്ത്രമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നീഡ് ഫുൾഫിൽ ആയെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. സപ്പോസ് ഈ ബേസിക് നീഡ് കിട്ടാത്ത ഒരാള്, അതായത് ഇനി ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്ന് അറിയാൻ മേലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് അതിനുള്ള സമ്പത്തില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു തെരുവിൽ അലഞ്ഞു നടക്കുന്ന, ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇന്ന് വൈകുന്നേരം ഭക്ഷണം കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് അയാൾ കിടത്തണ്ണയിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയി കിടന്നുറങ്ങുന്നതിന് അദ്ദേഹത്തിന് പേടിക്കാനില്ല. അദ്ദേഹത്തിന് ഒരു അടച്ചുറപ്പുള്ള വീടിന്റെ ആവശ്യമേ ഇല്ല. ആ അവസ്ഥയില് അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം ഉച്ചയ്ക്ക് ഇനി എന്ത് കഴിക്കും, വൈകുന്നേരം ഇനി എന്ത് കഴിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ബേസിക് നീഡ് ഫുൾഫിൽ ആകുമ്പോൾ മാത്രമാണ് അടുത്ത നീഡിലേക്ക് പോകുന്നത്, സേഫ്റ്റി നീഡ്. ഈ 2 നീഡും ഉള്ളപ്പോഴാണ് നമുക്കൊരു കൂട്ട് വേണമെന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്നും ഒരു പാർട്ട്ണർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ഇത് 3ഉം നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് എസ്റ്റീം നീഡ്, അതായത് ഇനി എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എനിക്കൊരു നല്ല പേരും പെരുമയും ഒക്കെ വേണം, ഒരു പോപ്പുലാരിറ്റി വേണം, അങ്ങനെയുള്ള ഒരു സെൽഫ് എസ്റ്റീം നീഡിലേക്ക് പോകും. ഇത് 4ഉം ഫുൾഫിൽ ആയി കഴിയുമ്പോഴാണ് അടുത്തൊരു മോട്ടിവേഷൻ നമുക്കുണ്ടാകുന്നത്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബേസിക് നീഡ് എന്തൊക്കെയാണ്? ബേസിക് നീഡ്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3 നീഡായിട്ട് തിരിക്കാം. മൊത്തത്തിൽ ഈ 5 നീഡുകളെ 3 നീഡായിട്ട് വേണമെങ്കിൽ തിരിക്കാം, അല്ലെങ്കിൽ 2 നീഡായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അത് ഏതൊക്കെയാന്ന് പറയാമോ? കുറച്ചും കൂടെ ഈ മാസ്ലോയുടെ തിയറിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 5 നീഡ് ഹൈറാർക്കിനെ മാസ്ലോ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്, 2 ആയിട്ട് തിരിക്കുന്നു. 2 ആയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാമോ? അതിൽ നിന്നാണ് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കുന്നത്. അവർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയില്ല. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ചിലപ്പോൾ ചോദിക്കാം, പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഇതിന്റെ കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില വേർഷൻസ്. അതാണ് മാസ്ലോ പറയുന്ന ബീയിങ് നീഡ്സും ഡെഫിഷ്യൻസി നീഡ്സും, അല്ലെങ്കിൽ മാസ്ലോ പറയുന്ന ബേസിക് നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നൊക്കെ ഇത് തിരിക്കുന്നുണ്ട് ഇതിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് ഇതിന്റെ ക്ലാസ് ഒഫീഷ്യൽ ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഈ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിക്കൽ തിയറിയുടെ ഒരുപാട് അസംഷൻസും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഈ 5 നീഡിൽ നിന്നും മാസ്ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വേറെ ചില നീഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിലെ ആൻസർ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ആൻഡ് സേഫ്റ്റി നീഡാണ്. തീർച്ചയായിട്ടും ബേസിക് നീഡ് എന്ന് പറയുന്നത് റെസ്റ്റ് ആൻഡ് സേഫ്റ്റി നീഡ്. ഫുഡ് ആൻഡ് വാട്ടർ
ഓഫ് കോഴ്സ് ബേസിക് നീഡ് ആണ്. വാട്ടർ ആൻഡ് റെസ്റ്റ്, വാട്ടർ തീർച്ചയായിട്ടും ഒരു ബേസിക് നീഡ് ആയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി തീർച്ചയായിട്ടും അതാണ്. റെസ്റ്റ് ആൻഡ് സേഫ്റ്റി ഒരിക്കലും അല്ല. ഓക്കെ, സോ ഡി, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the theorist associated with the concept attainment model. The theorist associated with the concept attainment model. That's correct. എല്ലാവരും കറക്റ്റ് ഉത്തരം തന്നെയാണ് പറയുന്നത്. ജെറോം എസ് ബ്രൂണർ. അങ്ങനെയെങ്കിൽ ഡേവിഡ് ഓസുബലിന്റെ ആ ഒരു മോഡലിന്റെ പേരെന്താണ്? വാട്ട് ഈസ് ഡേവിഡ് ഓസുബലിന്റെ മോഡലിന്റെ പേരെന്താണ്? ITM മോഡൽ, എൻക്വയറി ട്രെയിനിങ് മോഡൽ, ഓസുബൽ. പിയാഷയുടെ മോഡലിന്റെ പേരെന്താണ്? പിയാഷയുടെ മോഡലിന്റെ പേര്. ഓക്കെ, നമുക്ക് ഈ കോൺസെപ്റ്റ്, ആക്ച്വലി വാട്ട് ഈസ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ? എന്താണ് ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്? എനിക്ക് ആർക്കെങ്കിലും മൈക്ക് ഓപ്പൺ ആക്കി പറയാൻ പറ്റും കേട്ടോ. എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ? ഒക്കെ ഞാൻ തന്നെ പറയാം. ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് മോഡലാണ്. ടീച്ചിങ് മോഡൽ. എന്താണ് ടീച്ചിങ് മോഡൽ? ഈ ടീച്ചിങ് മോഡലിനെ പറ്റി ആരാണ് ആദ്യമായിട്ട് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചിങ് മോഡൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ചാറ്റ് ബോക്സിൽ ആൻസർ തന്നാൽ മതി. ചാറ്റ് ബോക്സിൽ ടീച്ചിങ് മോഡലിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ടീച്ചിങ് മോഡൽ. എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ആർ യു ഏബിൾ ടു ഹിയർ മീ? യെസ്. അപ്പൊ ടീച്ചിങ് മോഡൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആദ്യം ടീച്ചിങ് മോഡൽ എന്താണെന്ന് നോക്കാം. എ മോഡൽ ഓഫ് ടീച്ചിങ് can be defined as the description of teaching and learning environment including the behavior of teachers, students, while lesson is presented through a model. That model. So model of teaching are the specific instructional plans which are designed according to the concerned learning theories. ഇനി പറയാം എന്താണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അതിന്റെ ഒരു ഭാഗമാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മോഡലാണ്. കുട്ടികളിൽ മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പർപ്പസ് ആണ്. ഓക്കെ, ദെൻ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പർപ്പസ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ പർപ്പസിനും ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഓരോ മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സപ്പോസ് നമ്മൾ കുട്ടികളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആണ് വർദ്ധിക്കേണ്ടതെങ്കിൽ
അപ്പോൾ ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിക്കേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള മോഡൽസ്. ഇനി കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് വർദ്ധിപ്പിക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡൽ. ഇനി കുട്ടികളുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് വർദ്ധിപ്പിക്കേണ്ടതെങ്കിൽ അതനുസരിച്ചുള്ള മോഡൽ. സോ ഇങ്ങനെ ഓരോ പർപ്പസിനനുസരിച്ചും ഓരോ മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ മോഡൽ? ഈ മോഡൽ എന്ന് പറയുന്നത് ആ മോഡൽ വെച്ച് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ അവിടെ ടീച്ചറിന്റെയും കുട്ടികളുടെയും ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ രീതിയിലാണ് അവര് ആക്ടിവിറ്റീസ് ടീച്ചിങ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു ലേണിംഗ് എൻവയൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ടീച്ചിങ് മോഡൽ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ക്ലാസ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ടീച്ചിങ് മോഡലിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ധാരാളം ടീച്ചിങ് മോഡലുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, then social interaction models, personal development models, behavioral modification model. ഇങ്ങനെ ഓരോ മോഡലിന്റെ എക്സാമ്പിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിന് ഒരു എക്സാമ്പിൾ ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. അത് പറഞ്ഞിരിക്കുന്നത് ജെറോം ബ്രൂണർ ആണ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇനി അതുപോലെ തന്നെ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള വേറൊരു മോഡലാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അത് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് ഓസുബൽ ആണ്, ഡേവിഡ് ഓസുബൽ. പിന്നെ എൻക്വയറി ട്രെയിനിങ് മോഡൽ ഉണ്ട്, ദാറ്റ് ഈസ് ഷുസ്മാന്റെ ആണ്. ദെൻ ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ പറയുന്ന ആൻസറുകൾ കറക്റ്റ് ആണ്. ഏതാനും ചിലരുടെ മാത്രം തെറ്റിപ്പോയിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്. എന്തൊക്കെയാണ് ഡൈവേർജന്റ് തിങ്കിങ്? അപ്പൊ നമ്മള് ക്രിയേറ്റിവിറ്റിയെ പറ്റി പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ് തിങ്കിങ്ങും കൂടെ കൂടിയത് ഒരു സാധനമാണ്. അപ്പൊ ഇത് JP ഗിൽഫോർഡ് ആണ് കോൺസെപ്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. എന്താണ് കൺവേർജന്റ് തിങ്കിങ്? കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മെനി യുണീക് സൊല്യൂഷൻസ് ഇൻ ഓർഡർ ടു സോൾവ് എ പ്രോബ്ലം. അതായത് ഈ കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ് തിങ്കിങ്ങും നമ്മളിൽ ഉണ്ടാകുന്നത് when there is a problem to be solved, എപ്പോഴാണോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടേണ്ടത്, എപ്പോഴാണോ ഒരു തിങ്കിങ് പ്രോസസ് ഉണ്ടാകുന്നത്, ആ സമയത്ത് ഒന്നുകിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വൺ ആൻഡ് ഓൺലി യുണീക് സൊല്യൂഷൻ, ദാറ്റ് ഈസ് കൺവേർജന്റ് തിങ്കിങ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വെറും ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. 1 + 1 = what? 1 + 1 = 2. അതിന്റെ അതല്ലാതെ വേറൊരു ഓപ്ഷനേ ഇല്ല. 10ഉം 10ഉം എത്രയാണ്? 10ഉം 10ഉം 20. വേറൊരു ആൻസർ ഇല്ല. ദിസ് ടൈപ്പ് ഓഫ് തിങ്കിങ് ഈസ് നോൺ ആസ് കൺവേർജന്റ് തിങ്കിങ്. പക്ഷേ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരുപാട് ലോജിക്കുകളും ക്രിയേറ്റിവിറ്റിയും ഒരുപാട് തിങ്കിങ് ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആണ്. മൾട്ടിപ്പിൾ സൊല്യൂഷൻ, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്നിലധികം മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ, സപ്പോസ്
നമ്മൾ ചോദിക്കുവാണ്, ഒരു പോയം എഴുതാൻ പറയുകയാണ്, അതായത് ഒരു COVID-19 പറ്റി ഒരു കവിത എഴുതാൻ പറയുകയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന 41 പേരും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഡൈവേർജന്റ് തിങ്കിങ്. ഓക്കെ, സോ എപ്പോഴും ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഡൈവേർജന്റ് തിങ്കിങ്ങിലാണ്. ഡൈവേർജന്റ് തിങ്കിങ്. ഓക്കെ, അപ്പൊ ഈ ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ് എന്ന ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് JP ഗിൽഫോർഡ് ആണ്. അപ്പൊ ക്രിയേറ്റിവിറ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ളത് ഗിൽഫോർഡും ടോറൻസ് ഒക്കെയാണ്. ടോറൻസ് ആണ് ആദ്യമായിട്ട് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നത്. ടെസ്റ്റ്, അതായത് ക്രിയേറ്റിവിറ്റി അസസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ടോറൻസ് ആണ്. ഓക്കെ, ഇനി JP ഗിൽഫോർഡ് ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്ങും പറയുന്നതിനോടൊപ്പം തന്നെ ഈ ക്രിയേറ്റിവിറ്റിയുടെ 4 കോമ്പോണന്റുകളെ പറ്റി പറയുന്നുണ്ട്. എലാബറേഷൻ, എന്തൊക്കെയാണ്, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഫ്ലുവൻസി. ഇങ്ങനെ 4 ഡയമെൻഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിയേറ്റീവ് തിങ്കിങ് അവിടെ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം, ദെൻ എലാബറേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ 4 ഡയമെൻഷൻ ആണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിലുള്ളത്. അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വളരെ വരുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ അധികമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഈ ക്രിയേറ്റിവിറ്റിയെ പറ്റിയൊക്കെ മിക്കവാറും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ? ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് പ്രാഗ്നൻസ്. ഓക്കെ, ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ഈ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ, അടുത്തൊരു ചോദ്യം, എൻ്റെ ഒരു ചോദ്യമാണ്, ആൻസർ ഒക്കെ തന്നത് മതിയായി. ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഏത് കോൺസെപ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഏത് കോൺസെപ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ തരാം. എ ഫോർ ലേണിംഗ്, ബി പെർസെപ്ഷൻ, സി മോട്ടിവേഷൻ, ഫോർ ഇന്റലിജൻസ്. ഇതിൽ ഏത് കോൺസെപ്റ്റുമായിട്ടാണ് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ലേണിംഗ്, പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ഇന്റലിജൻസ്. ഓഫ് കോഴ്സ് പെർസെപ്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ? ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാൻ സാധിക്കും? സെൻസേഷനും പെർസെപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Interpretation of sensation is perception. Though interpretation of sensation is called perception. Yes. സെൻസേഷൻ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ആണ് തന്നിരിക്കുന്നത്. സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ്, ഇൻഫർമേഷൻ, അത് ബ്രെയിൻ വരെ എത്തുന്നു. ദിസ് ഈസ് നോൺ എ സെൻസേഷൻ. ഇനി ഈ ബ്രെയിനിൽ എത്തിയ ഈ ഇൻഫർമേഷനെ ബ്രെയിൻ കാറ്റഗറൈസ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഈ പെർസെപ്ഷനെ പറ്റി ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ളതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. വാട്ട് യു മീൻ ബൈ ജസ്റ്റാൾട്ട്? അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് എന്ന
ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജസ്റ്റാൾട്ട്? ഇതൊരു ജർമ്മൻ വാക്കാണ്. ജസ്റ്റാൾട്ട് എന്നുള്ളത് ഒരു ജർമ്മൻ വാക്കാണ്. ഈ ജർമ്മൻ വാക്കായ ജസ്റ്റാൾട്ടിന്റെ മീനിങ് എന്താണ്? ഓക്കെ, കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് കറക്റ്റ്. കോൺഫിഗറേഷൻ കറക്റ്റ് ആണ്. അൺഓർഗനൈസ്ഡ് ഹോൾ എന്ന് വേണേ പറയാം. ഓർഗനൈസ്ഡ് ഹോൾ, കോൺഫിഗറേഷൻ, പാറ്റേൺ, ഓർഗനൈസ്ഡ് ഹോൾ എന്നൊക്കെയാണ് ഈ ജർമ്മൻ വാക്കായ ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം. ഏതാനും ചില ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളുടെ പേര് പറയാമോ? ഏതാനും ചില ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളുടെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഏതാനും ചില ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളുടെ പേര്: വെർധൈമർ, കോഫ്ക, മാക്സ് വെർധൈമർ, കോഫ്ക, യെസ് കോഫ്ക. നമുക്ക് കൂടുതലായിട്ടുള്ള ആളുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാവുന്നതാണ്. ഓക്കെ, കോവലർ. ഓക്കെ, അപ്പോൾ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ, പെർസെപ്ഷൻസിന്റെ ഒരുപാട് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് ആണ് Gestalt principles are principles or laws of human perception that describe how humans group similar elements and recognize patterns to simplify complex images when perceive an object. Okay, അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഒരു ഇന്റലക്ട് ആ കോംപ്ലക്സ് ഫിഗറിനെ അല്ലെങ്കിൽ ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾക്ക്. അതായത് എങ്ങനെയൊക്കെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? അതാണ് ഈ ലോ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് ഫിഗറുകളും ഇമേജുകളും നമ്മുടെ മുൻപിൽ പെടുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന, ചിലപ്പോൾ അത് ഒരേപോലെയുള്ള വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ അത് ഒരേ ഷേപ്പിലുള്ള വസ്തുക്കളായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫിഗർ കണ്ടിട്ടായിരിക്കും. അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ച്, പല റൂൾസ് ഉപയോഗിച്ച്, പല ലോസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗറിനെ അല്ലെങ്കിൽ ആ ഇമേജിനെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് പെർസെപ്ഷൻ. ഇങ്ങനെ പല ലോസുകളുണ്ട് ഇതിന്. ഇതൊക്കെയാണ് പല ലോസ് എന്ന് പറയുന്നത്. അതായത് ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ഗുഡ് ഫിഗർ അല്ലെങ്കിൽ ലോ ഓഫ് ഗുഡ് ഫ്രാഗ്രൻസ് എന്ന് വേണം പറയാം, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് കോമൺ റീജിയൻ, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഗുഡ് ഫിഗർ, ഇപ്പൊ നമുക്കറിയാം, ഇവിടെ നിങ്ങൾ ആ ലോ ഓഫ് ഫ്രാഗ്രൻസ് എന്നുള്ളത് കണ്ടിട്ടുണ്ടല്ലോ. 1, 2, 5 സർക്കിളുകൾ ഇങ്ങനെ. വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ലോ ഓഫ് ഫ്രാഗ്രൻസിന്റെ അവിടെ 5 സർക്കിൾസ് ഇങ്ങനെ ജോയിൻ ടുഗദർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണ്? അതെന്താണെന്നൊന്ന് പറയാമോ? ആ സർക്കിളുകൾ ഇങ്ങനെ 5 സർക്കിളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെ? എല്ലാവരും മൈക്ക് ഓഫ് ആക്കിയിട്ട് പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് 38 പേർക്കും ആർക്കും അറിയത്തില്ല അതെന്താണെന്ന്. എന്നാൽ നിങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് വരിക. നമുക്ക് ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് the MMPI is used to assess. MMPI is used to assess. Sorry, third personality അല്ല, third motivation ആണ് കേട്ടോ. Third one is motivation.
പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ടൈപ്പിംഗിൽ വന്ന മിസ്റ്റേക്ക് ആണ്. The MMPI is used to assess personality, intelligence, motivation and creativity. എന്താണ് MMPIയുടെ ഫുൾ ഫോം? എന്താണ് MMPIയുടെ ഫുൾ നെയിം? ഫുൾ ഫോം എന്താണ്? That is Minnesota Multiphasic Personality Inventory. ഓക്കെ, ഇതൊരു പേഴ്സണാലിറ്റി അസസ് ചെയ്യാനുള്ള ഒരു ഇൻവെന്ററി ആണ് MMPI. പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കുന്നതായിരിക്കും. ചൂസ് ദ കറക്റ്റ് വൺ ഫോർ ECCE. ചൂസ് ദ കറക്റ്റ് വൺ ഫോർ ECCE. ഏർലി ചൈൽഡ്ഹുഡ്. ചോദ്യം ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്തോ ചോദ്യം ഒന്ന് കാണിക്കാൻ പറ്റുമോ സ്ക്രീനില്? ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കുന്നു. നിങ്ങൾ എന്റെ ഈ മൊത്തം ആളുകളുടെ പേരിന്റെ അവിടെ ജിജോ വർഗീസ് 2 എണ്ണം കാണും. സ്ക്രീൻ വിസിബിൾ അല്ല? വിസിബിൾ ആണ്, കാണുന്നുണ്ട്. ജിജോ വർഗീസ് എന്നുള്ള 2 ജിജോ വർഗീസ് കാണാം. അവിടെ ഒരെണ്ണം എന്റെ വീഡിയോ വരുന്നത് കാണാം, മറ്റടുത്ത് അത് പിൻ ചെയ്യണം കേട്ടോ. പിൻ ചെയ്താലാണ് കാണാൻ പറ്റുള്ളൂ. Hanna, please pin the PPT show. Okay. അപ്പോൾ ഇതിൽ ആൻസർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതാണ് ECCയുടെ ഫുൾ നെയിം. കോൾബർഗ് പ്രപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ് ഡാഷ്. കോൾബർഗ് പ്രപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ് ഡാഷ്. കോൾബർഗിന്റെ തിയറിയുടെ പേര് എല്ലാവർക്കും അറിയാം. കോൾബർഗ് ഈസ് വെരി പോപ്പുലർ ഫോർ മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റ് ആണ് തീർച്ചയായിട്ടും എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ലെവൽ 3 ലെവലിലാണ് ഈ തിയറി പോകുന്നത്. കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതും എന്നാൽ ചോദ്യം വരുമ്പോൾ മിക്കവാറും കൺഫ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ചോദ്യമാണ്. ഇത് 3 ലെവലാണ് കോൾബർഗിന്റെ തിയറി. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഈ 3 ലെവലിലും മൊത്തം കൂടി 6 സ്റ്റേജ് ഉണ്ട്. ഒരു ലെവലിന് 2 സ്റ്റേജ് വെച്ചാണ്. ലെവൽ 1 പ്രീ കൺവെൻഷണല് പണിഷ്മെന്റ് അവോയ്ഡൻസ് സ്റ്റേജ്, ഗെറ്റിംഗ് വാട്ട് യു വാണ്ട് ബൈ സ്റ്റേജ് 2, മീറ്റിംഗ് എക്സ്പെക്ടേഷൻ ഓഫ് അതേഴ്സ്, then fulfilling duties and responsibilities, sense of democracy and rules and self selection of universal principles. അതായത് നമുക്കറിയാം സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 6 എത്തുമ്പോൾ ഒരു വ്യക്തി ഒരു മോറൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റൂൾ ഫോളോ ചെയ്യുന്നത് സ്റ്റേജ് 1 പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ സ്റ്റേജ് 6 വ്യക്തി എന്താണ്, അത് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വസുദൈവ കുടുംബകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ലോകം മുഴുവനും നന്നായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ. അപ്പൊ ഇതിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ COVID-19 ആയപ്പോൾ ലോക്ക്ഡൌൺ ആണ്, എല്ലാവരോടും വീട്ടിൽ കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാത്തത്? നമ്മൾ പലരും ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാത്തത് ടു അവോയ്ഡ് പണിഷ്മെന്റ് ഫ്രം ദ പോലീസ് അല്ലെ. മാർക്കറ്റിൽ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ പോകാത്ത എന്തുകൊണ്ടാണ്? പോലീസിന്റെ പണിഷ്മെന്റ് പേടിച്ചിട്ടാണ്.
നല്ലൊരു മോറൽ പ്രിൻസിപ്പിൾ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇനി കോവിഡ് കിട്ടുമല്ലോ എന്നൊക്കെ കരുതി ഒരു സൊസൈറ്റിയുടെ ഒരു നന്മ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ആ വ്യക്തിയുടെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് 1-ൽ നിന്നും 2-ൽ നിന്നും 3-ൽ നിന്നും 4-ൽ നിന്നൊക്കെ കയറി 5ഉം 6ഉം ലെവലിൽ എത്തി എന്നാണെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഒരാളുടെ മോറൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് കോൾബർഗ് ഇവിടെ 3 ലെവൽ അല്ലെങ്കിൽ 6 സ്റ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ എക്സാമ്പിളോട് കൂടി നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കോൾബർഗ് ഒരു ചോദ്യം തീർച്ചയായിട്ടും കോൾബർഗിന്റെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. അടുത്തൊരു ചോദ്യം, ലക്ഷ്മി കംപ്ലൈൻസ് when her tall thin glass of juice is poured into a short but wider glass. She tells her father that she now has less juice. Lakshmi has not yet grasped the principle of conservation, animism, egocentrism, constancy. Midhun or Reshma, please tell me, what do you mean by conservation? എന്താണ് കൺസർവേഷൻ? എന്താണ് കൺസർവേഷൻ എന്ന് പറയാമോ? എന്താണ് കൺസർവേഷൻ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രേഷ്മയോടാണ് എന്റെ ചോദ്യം. രേഷ്മ പോയോ? ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ എല്ലാവരും ആൻസർ തന്നു. കറക്റ്റ് ആൻസർ ആണ് കൺസർവേഷൻ. എന്താണ് കൺസർവേഷൻ? ഇത് കുട്ടികളുടെ ഒരു എബിലിറ്റി ആണോ അല്ല ഒരു ഇൻഎബിലിറ്റി ആണോ? കൺസർവേഷൻ ഏത് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന കാര്യമാണ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന ആ ഒരു കാര്യം ഏത് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇത് ആരുടെ പ്രിൻസിപ്പിൾ ആണ്? അതെങ്കിലും ഒന്ന് പറയാം. ഇത് ആരുടെ തിയറിയിൽ പറയുന്നതാണിത്? പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എത്ര സ്റ്റേജസ് ആണ് ഉള്ളത്? 4. ഏതൊക്കെയാണ് ആ സ്റ്റേജുകൾ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, concrete operational stage, then 4th one is formal operational stage. ഈ ഓരോ സ്റ്റേജിലും കുട്ടികളിൽ കുറച്ച് പോരായ്മകളും കുറച്ച് എബിലിറ്റികൾ ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട്. കുറച്ച് ലാക്കിങ് നടക്കുന്നുണ്ട്, കുറച്ച് ഡെവലപ്മെന്റ്സും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലുമുള്ള പ്രോബ്ലംസ്, ഓരോ സ്റ്റേജിലുമുള്ള അറ്റൈൻമെന്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മിക്കവാറും എല്ലാ വർഷങ്ങളിലും 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ പിയാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ തറവ് സ്റ്റഡിയുടെ ആവശ്യമാണ്. ഇപ്പോൾ എന്റെ ചോദ്യം, കൺസർവേഷൻ എന്ന ഈ ഒരു എലമെന്റ് ഒരു എബിലിറ്റി ആണോ അല്ലെങ്കിൽ ഒരു അറ്റൈൻമെന്റ് ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ കൺസർവേഷൻ എന്നാൽ എന്താണ് അർത്ഥം? ഏത് സ്റ്റേജിലാണ് കൺസർവേഷൻ ഒരു എബിലിറ്റിയായി മാറുന്നത്? ഏത് സ്റ്റേജിലാണ് കൺസർവേഷൻ ഒരു ലാക്കിംഗ് ആയി മാറുന്നത്? ഓക്കെ, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കൺസർവേഷൻ എന്ന് പറയുന്നത് പിയാഷെയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ടു ടെസ്റ്റ് എ ചൈൽഡ്സ് എബിലിറ്റി ടു സീ ഹൗ സം ഐറ്റംസ് റിമെയിൻ ദ സെയിം ഇൻ സം വേസ്.
even as you change something about them, for instance their shape. A young child may not understand that when you flatten a ball of clay, it's still the same amount of clay. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇന്ന് ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലെ? എ ആൻഡ് ബി രണ്ട് ഗ്ലാസ് ആണ്. എയിൽ ബിയിലും സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. ഇപ്പൊ എ ബി സി 3 കണ്ടെയ്നർ ആണ്, അല്ലെങ്കിൽ 3 ഗ്ലാസുകളാണ്. 3 ഗ്ലാസ്സിലും ഓരോ ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. 3 ഗ്ലാസ്സിലും ഓരോ ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. ഓക്കെ, എ ഗ്ലാസ്സിലും ബി ഗ്ലാസ്സിലും സെയിം 1 ലിറ്റർ ആണ്, സി ഗ്ലാസ്സിലും 1 ലിറ്റർ ആണ് കൊള്ളുന്നത്. ബി ഗ്ലാസ്സിലെ വെള്ളം സി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ദോ അവരുടെ ഷേപ്പുകൾ വ്യത്യാസമുണ്ടെങ്കിലും കൺസർവേഷൻ എന്ന ആ ഒരു എബിലിറ്റി ലഭിക്കാത്ത ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടി പറയും, ഇവിടെ സി എന്ന ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം ഉള്ളത് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഈ പറയുന്ന കുട്ടികളിലെ ഈ കൺസർവേഷൻ എബിലിറ്റി കുറവാണ് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് അവർ പറയും സിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്, എയിൽ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു. അത് വേറൊരു ഗ്ലാസ്സിലേക്ക്, കുറച്ച് നീള കൂടുതലുള്ള ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു നീള കൂടുതലുള്ള ഗ്ലാസ്സിലാണ് ജ്യൂസ് ലക്ഷ്മിയുടെ കയ്യിലുള്ളത്. അതൊരു ഫ്ലാറ്റൻ ഒരു വീതി കൂടിയ ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചപ്പോൾ ലക്ഷ്മിയുടെ പെട്ടെന്ന് നോക്കിയപ്പോൾ ലക്ഷ്മി കാണുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ലക്ഷ്മി ഈസ് കംപ്ലൈനിങ് ടു ഹർ ഫാദർ. ഇവിടെ ദാറ്റ് മീൻസ് കൺസർവേഷൻ എന്ന ആ ഒരു പ്രിൻസിപ്പിൾ ലക്ഷ്മി അറ്റൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ലക്ഷ്മി ഈസ് സ്റ്റിൽ ഇൻ ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഇനി എന്താണ് ആനിമിസം എന്ന് പറയുന്നത്? എന്താണ് ആനിമിസം? വാട്ട് ഡു യു മീൻ ബൈ ആനിമിസം? ആർക്കെങ്കിലും പറയാമോ ആനിമിസം എന്നാൽ എന്താണ്? ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ആനിമിസം? വാട്ട് ഈസ് ഈഗോസെൻട്രിസം? വാട്ട് ഈസ് കോൺസ്റ്റൻസി? ഇവിടെ ആനിമിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വയസ്സ്, ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ റോഡിൽ കൂടി ഓടുമ്പോൾ റോഡിൽ വീണു. ഓക്കെ, കൊച്ചു വീണു, ഓടിയപ്പോ കൊച്ചു വീണു. അപ്പൊ കരയുന്ന കൊച്ചിന്റെ അടുത്ത് അമ്മ വന്നിട്ട് പറയും, അയ്യോ മോൻ എന്നാ പറ്റി, മോൻ വീണോ, ഈ റോഡല്ലേ പ്രശ്നമായത്, അപ്പൊ റോഡിനിട്ട് ഒറ്റ അടിയം കൊടുക്കും. അപ്പൊ എന്നിട്ട് അമ്മ പറയും, റോഡിനിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ, കൊച്ചിന് ഇനി ഒന്നും പറ്റിയല്ല എന്നൊക്കെ പറയും. അപ്പൊ കുട്ടി വിശ്വസിക്കും, എനിക്ക് മുറിവേൽപ്പിച്ച ഈ റോഡ്, അല്ലെങ്കിൽ ആ ടേബിൾ, അല്ലെങ്കിൽ ആ കസേര, അല്ലെങ്കിൽ ആ കല്ല്. അതായത് ഈ കുട്ടി വിചാരിക്കുന്നത്, ഈ പറയുന്ന പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അതിന് മുൻപുള്ള സെൻസറി മോട്ടോർ സ്റ്റേജിലുള്ള കുട്ടി വിചാരിക്കുന്നത് ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്ക് ജീവനുണ്ട്. കല്ലിനും ടേബിളിനും കസേരയ്ക്കും മരത്തിനും എല്ലാത്തിനും ജീവനുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് കുട്ടിക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് ആനിമിസം. ഇനാനിമേറ്റ് ഒബ്ജക്ട് ഹാസ് ഗോട്ട് ലൈഫ്. ആനിമിസം ഈസ് ദ ബിലീഫ് ദാറ്റ് inanimate objects are capable of actions and have life-like qualities. ഇതിനെയാണ് പിയാഷെ വിളിക്കുന്ന ആനിമിസം എന്ന് വിളിക്കുന്നത്. An example could be a child believing that the sidewalk was mad and made them fall down. അതായത് ഈ കുട്ടി ഓടിയപ്പോഴത്തേക്കും ഈ സൈഡിലുള്ള ആ ഒരു മതിലോ അല്ലെങ്കിൽ സൈഡിലുള്ള ചെറിയ ഒരു സൈഡിൽ പിടിച്ചു പോകാനുള്ള ആ ഒരു സ്റ്റാൻഡ്, അതിന് ജീവനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണത് എന്നുള്ള വിശ്വാസം. അല്ലെങ്കിൽ ദ സ്റ്റാർസ് ആർ ട്വിങ്ക്ലിംഗ്, മുകളിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങാനുള്ള കാരണം നക്ഷത്രങ്ങൾ വളരെ സന്തോഷമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. സോ ഇങ്ങനെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്ക് ജീവനുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ആനിമിസം എന്ന് പറയുന്നത്. വാട്ട് ബൈ ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ്, അതായത് ഇത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ തുടക്കത്തിൽ
അതായത് ഒരു കുട്ടി ജനിച്ച് ഏകദേശം 1 വർഷം പ്രായം വരെയുള്ള സമയത്ത് കുട്ടികൾ വിചാരിക്കുന്നത് ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്. കുട്ടികളുടെ മുൻപിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, കുട്ടികളുടെ സൈറ്റിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു ഇല്ല. ദിസ് ഈസ് ഒബ്ജക്റ്റ്. ഇനി ഈ പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ഔട്ട് ഓഫ് സൈറ്റ് ഈസ് റിയലി അത് പിന്നെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു 1.5 വയസ്സ് പ്രായമായ കുട്ടി, സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാന കാലഘട്ടങ്ങളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പന്ത് ഉണ്ടായിരുന്നു. ആ പന്ത് കയ്യിൽ നിന്ന് വഴുതി ഏതെങ്കിലും കസേരയുടെയോ അല്ലെങ്കിൽ ഒരു അലമാരയുടെയോ കട്ടിലിന്റെയോ അടിയിലേക്ക് പോയി. അതായത് കുട്ടിയുടെ കണ്ണിന്റെ മുൻപിൽ ഇല്ല. പക്ഷെ കുട്ടി സ്റ്റിൽ ബിലീവ്സ് that ball is existing under that table or under that cot. ആ ഒരു മേശയുടെയോ അല്ലെങ്കിൽ ആ ഒരു കട്ടിലിന്റെയോ അടിയിൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിനാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഈസ് സ്റ്റിൽ പെർമനന്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഇത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാന കാലഘട്ടങ്ങളിൽ കുട്ടികൾ നേടിയെടുക്കുന്ന ഒരു എബിലിറ്റിയാണ്, ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. പക്ഷെ ഈ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ they have less object permanence. Okay, then അതിൽ ഒരു കൂടി ഉണ്ട്, ഈഗോസെൻട്രിസം. What do you mean by egocentrism? Egocentrism എന്താണെന്ന് മനസ്സിലാവും? ഈഗോസെൻട്രിസം എന്ന് പറയുന്നത് ഒരു 2 വയസ്സ് 3 വയസ്സ്, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജിലെയും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഏത് വസ്തു ഉണ്ടെങ്കിലും അത് അവരുടെയാണെന്നാണുള്ള വിശ്വാസമാണ്. നിങ്ങളുടെ ഒരു 2 വയസ്സായ പ്രായമായുള്ള ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് ആ കുട്ടിയുടെ വീട്ടിലെ അയൽപക്കത്തെ ചേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ ആയാലും അത് ആ കുട്ടിക്ക് വേണം. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്റേതാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഈഗോസെൻട്രിസം. അത് മറ്റുള്ളവരുടെ ആണെന്നൊന്നുമില്ല. ചിലപ്പോൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പലഹാരമായിരിക്കാം, കുട്ടി അതെടുക്കും. കുട്ടിക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടറിന്റെ ചേംബറിൽ ഇരിക്കുന്ന ഒരു പൂവായിരിക്കാം, അതൊരു പേനയായിരിക്കാം. എന്തുവാണേലും കുട്ടി കാണുമ്പോൾ കുട്ടി അത് എടുക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഒരു അമ്മ ഒരു കൊച്ചിനെയും കൊണ്ട് ഇരിക്കുമ്പോഴത്തെ ഒരു ക്യൂവിലായിരിക്കുമ്പോൾ തൊട്ട് മുൻപിലുള്ള ചേച്ചിയുടെ പുറകിൽ മുടിയിൽ കുത്തി വെച്ചിരിക്കുന്ന ഒരു പൂവായിരിക്കാം. കുട്ടി അത് ചാടിയെടുക്കാൻ, അത് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് ഈഗോസെൻട്രിസം. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും കുട്ടിയുടേതാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഈഗോസെൻട്രിസം. ഈ പറയുന്ന കൺസർവേഷനും ആനിമിസവും ഈഗോസെൻട്രിസവും കോൺസ്റ്റൻസിയും എല്ലാം പിയാഷെ തന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുട്ടികളുടെ ഒരു എബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ തിയറിയെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. വാട്ട് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്? What is the third stage of creative thinking? ക്രിയേറ്റീവ് തിങ്കിങ്ങിന് 5 സ്റ്റേജുകളാണുള്ളത്. പ്രിപ്പറേഷൻ സ്റ്റേജ്, ഇൻക്യുബേഷൻ സ്റ്റേജ്, ഇല്യൂമിനേഷൻ സ്റ്റേജ്, ഇവാലുവേഷൻ സ്റ്റേജ്, വേരിഫിക്കേഷൻ സ്റ്റേജ്. 5 സ്റ്റേജുകളാണുള്ളത്. ഒരു ക്രിയേറ്റീവ് തിങ്കിങ് നടക്കുന്നത് ഈ 5 സ്റ്റേജുകളിലൂടെയാണ്. ഇത് ആദ്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രഹാം വാലസ് എന്നുള്ള ഒരാളാണ്. ഗ്രഹാം വാലസ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്. ഗ്രഹാം വാലസ്. ഓക്കെ, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ സ്റ്റേജസ് ഓഫ്. അപ്പൊ ഇവിടെ 3ാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഏതാണ്? ഇല്യൂമിനേഷൻ ആണ്. ഓക്കെ, ഇല്യൂമിനേഷൻ സ്റ്റേജ്. ഹ്യൂറിസ്റ്റിക്സ്. എന്താണ് ഹ്യൂറിസ്റ്റിക്സ്? What do you mean by heuristics? ഇതൊരു ന്യൂമോണിക്സ് ആണോ, പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ആണോ, ചങ്ക്സ് ആണോ? നൺ ഓഫ് ദി അബവ്. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി. ഹ്യൂറിസ്റ്റിക്സിന്റെ വേറൊരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി പറയാമോ? ഹ്യൂറിസ്റ്റിക്സിനെ പോലെ തന്നെ വേറൊരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി.
അറിയില്ല. വാട്ട് ഈസ് അല്ല അൽഗോരിതം. ഓക്കെ, എന്താണ് അൽഗോരിതം, എന്താണ് ഹ്യൂറിസ്റ്റിക്സ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ സംസാരിക്കാം. ഇതൊരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ എന്താണ് ന്യൂമോണിക്സ്, എന്താണ് ചങ്ക്സ് എന്നും പറയേണ്ടി വരും. ചങ്ക്സ് എന്താണ്? ചങ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചങ്ക് അല്ല. ചങ്ക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ചങ്ക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂമോണിക്സ് ടെക്നിക്കാണ്, ഒരു ന്യൂമോണിക്സ് ആണ് ചങ്ക്സ്. മെത്തേഡ് ഓഫ് ലൊക്കായി, അക്രോണിയം, ചങ്ക്സ്, ഇതെല്ലാം ന്യൂമോണിക്സ് ആണ്. എന്താണ് ന്യൂമോണിക്സ്? ന്യൂമോണിക്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെമ്മറി ഇംപ്രൂവ്മെന്റ് ടെക്നിക്കാണ് ന്യൂമോണിക്സ്. നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ സംസാരിക്കുന്നതായിരിക്കും ഇതൊക്കെ. ഇതിന്റെ പല ടെക്നിക്കുകളെ പറ്റി സംസാരിക്കാം, ഇപ്പോൾ സമയമില്ല. എറിക്സൺസ് മോഡൽ അഡൽട്ട്ഹുഡിന്റെ, യങ് അഡൽട്ട്ഹുഡിന്റെ കീ ചലഞ്ച് ആയിട്ടുള്ള എറിക്സൺസിന്റെ മോഡൽ ഏതാണ് പറയുന്നത്? ഏത് സ്റ്റേജ് ആണ് വരുന്നത്? Okay, I will give you the answer. Intimacy versus isolation. No, intimacy versus isolation. See, this is the stages of Erikson. Trust versus mistrust, guilt, industry versus inferiority, identity versus role confusion, intimacy versus isolation. ഇതാണ് യങ് അഡൽട്ട്ഹുഡിന്റെ ഒരു സ്റ്റേജ്. Then generativity versus stagnation, then integrity versus despair. ഈ ഓരോ സ്റ്റേജുകളെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് റൂം ഡിസ്കഷനിൽ നമ്മൾ സംസാരിക്കും.